ജപ്പാനിൽ അർത്ഥവത്തായ 3 കാര്യങ്ങൾ. ഒന്നാമതായി, ജപ്പാനിൽ പുതിയ ഡ്രൈവർമാർ അവരുടെ കാറിൽ ഒരു പ്രത്യേക സ്റ്റിക്കർ പതിക്കണം. ഇത് മറ്റുള്ളവർക്ക് അവർ തുടക്കക്കാരാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതിനാൽ ആളുകൾ അവർ ചുറ്റുപ്പെടുന്നു. അടുത്തതായി, ജപ്പാനിൽ വേനൽച്ചൂട് രൂക്ഷമാകും. അതിനാൽ അവർ വഴക്കമുള്ള മിനി ഫാനുകൾ ഉപയോഗിക്കുന്നു. ഈ ഫാനുകൾക്ക് സ്ട്രോളറുകൾ, ഡെസ്കുകൾ അല്ലെങ്കിൽ സീറ്റുകൾ എന്നിവയിൽ പൊതിയാൻ കഴിയും. കൂടാതെ തല വേർപ്പെടുത്താൻ കഴിയും. അതിനാൽ നിങ്ങൾക്ക് അത് എവിടെയും ഉപയോഗിക്കാം. ഇതുപോലുള്ള ചിപ്പുകൾ നിങ്ങൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടാകില്ല. ജപ്പാനിൽ ക്ലാസിക് സ്റ്റാക്ക് ചെയ്ത ചിപ്പുകൾക്ക് സമാനമായി കാണപ്പെടുന്ന പർപ്പിൾ മധുരക്കിഴങ്ങ് ചിപ്സുകളുണ്ട്. ജപ്പാനിൽ അർത്ഥവത്തായ 3 കാര്യങ്ങൾ. ഒന്നാമതായി, ജപ്പാനിൽ ചില കപ്പുകൾ ഗ്ലാസിൽ നിന്ന് നിർമ്മിച്ചതല്ല. നിങ്ങൾ അത് താഴെയിടുമ്പോൾ പൊട്ടാത്ത ഒരു പ്രത്യേക മെറ്റീരിയൽ അവർ ഉപയോഗിക്കുന്നു. ഇത് മൃദുവായി തോന്നുന്നു, മിക്കവാറും റബ്ബർ പോലെ, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ചൂടുള്ള പാനീയങ്ങൾ സുരക്ഷിതമായി അതിൽ ഒഴിക്കാം. അടുത്തതായി, ജപ്പാനിൽ ചില മിഠായികൾ പാക്കേജിൽ നമ്പറുകൾക്കൊപ്പം വരുന്നു. ഇത് ഡിസൈനിന് മാത്രമല്ല, മിഠായി എത്ര കഠിനമാണെന്ന് ആ സംഖ്യകൾ കാണിക്കുന്നു. താഴ്ന്ന സംഖ്യകൾ മൃദുവാണ്, അതേസമയം ഉയർന്ന സംഖ്യകൾ നിങ്ങൾ അവ ചവക്കുമ്പോൾ കൂടുതൽ നേരം നിലനിൽക്കും. ജപ്പാനിൽ ചില അഷ്ട്രകൾ വൃത്തിയായി തുടരാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ദുർഗന്ധം കുറയ്ക്കുകയും ചാരം തകർക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ അവയിൽ അടങ്ങിയിരിക്കുന്നു. ജപ്പാനിൽ അവിശ്വസനീയമാംവിധം ബുദ്ധിമാനായ 3 കാര്യങ്ങൾ. ഒന്നാമതായി, ജപ്പാനിലെ ചില ആശുപത്രികളിൽ നിങ്ങളുടെ കയ്യിലെ സിരകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമുണ്ട്. ഇത് നിങ്ങളുടെ ചർമ്മത്തിൽ ഒരു മാപ്പ് പ്രദർശിപ്പിക്കുന്നതിനാൽ നഴ്സുമാർക്ക് എവിടെ കുത്തിവെക്കണമെന്ന് കൃത്യമായി കാണാൻ കഴിയും. ഇത് പ്രക്രിയ വളരെ എളുപ്പമാക്കുന്നു. അടുത്തതായി, ജപ്പാനിൽ ഐസ്ക്രീമിലെ ലേബലുകൾ പോലും വായിക്കേണ്ടതില്ല. പഴങ്ങളുടെ രുചിയുള്ളവ പഴത്തിന്റെ ആകൃതിയിലാണ്, അതിനാൽ അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് രുചി തൽക്ഷണം അറിയാം. ജപ്പാനിൽ പണമായി പണമെടുക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് കാഷ്യർക്ക് പണം കൈമാറില്ല. പകരം നിങ്ങൾ അത് ഒരു ചെറിയ ട്രേയിൽ വയ്ക്കുകയും അവർ നിങ്ങളുടെ ചില്ലറ അതേ രീതിയിൽ തിരികെ നൽകുകയും ചെയ്യുന്നു. ജപ്പാനിൽ അർത്ഥവത്തായ 3 കാര്യങ്ങൾ. ഒന്നാമതായി, ജപ്പാനിൽ പലരും വലിയ വാലറ്റുകൾക്ക് പകരം ചെറിയ നാണയ സഞ്ചികൾ കൊണ്ടുപോകുന്നു. ദൈനംദിന ജീവിതത്തിൽ നാണയങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നു, അതിനാൽ ഈ സഞ്ചികൾ പണമടയ്ക്കൽ വേഗത്തിലും എളുപ്പത്തിലും സാധ്യമാക്കുന്നു. അടുത്തതായി, ജപ്പാനിൽ ചില കടകളിൽ കുട്ടികളുടെ വലുപ്പത്തിലുള്ള കൊട്ടകളുണ്ട്. കുട്ടികൾ പലപ്പോഴും നേരത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ എല്ലാത്തിനും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ ഇനങ്ങൾ താഴത്തെ ഷെൽഫുകളിൽ വെക്കുന്നു. ജപ്പാനിൽ ലഘുഭക്ഷണത്തിനായി ചെറിയ ഫിംഗർ ടോങ്ങുകൾ ഉണ്ട്. നിങ്ങളുടെ കൈകൾ അലങ്കോലമാക്കാതെ ഭക്ഷണം കഴിക്കാൻ അവർ നിങ്ങളുടെ വിരലുകളിൽ മുറുകെ പിടിക്കുന്നു. ജപ്പാനിൽ 3 കാര്യങ്ങൾ വളരെ ബുദ്ധിപരമാണ്. ഒന്നാമതായി, ജപ്പാനിൽ ചില വെൻഡിംഗ് മെഷീനുകൾ നിങ്ങൾക്ക് ഒരു കൊക്കകോള കെട്ടിപ്പിടിക്കുന്നതിനായി നൽകും. നിങ്ങൾ അത് കൈകളിൽ ചുറ്റിപ്പിടിച്ചാൽ കുറച്ച് നിമിഷങ്ങൾ കാത്തിരിക്കൂ, അത് നിങ്ങൾക്ക് ഒരു തണുത്ത പാനീയം സമ്മാനമായി നൽകും. അടുത്തതായി, ജപ്പാനിൽ അവർ ജെല്ലി വാട്ടർ എന്ന് വിളിക്കുന്ന ഒന്ന് വിൽക്കുന്നു. ഇത് പ്രത്യേകിച്ച് പ്രായമായവർക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അതിന്റെ ജെല്ലി പോലുള്ള ഘടന കാരണം ഇത് വിഴുങ്ങാൻ എളുപ്പമാണ്, ശ്വാസം മുട്ടാനുള്ള സാധ്യത കുറക്കുന്നു. ജപ്പാനിൽ ചില റെഫ്രിജറേറ്ററുകൾക്ക് ഇരുവശത്തു നിന്നും തുറക്കാൻ കഴിയും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് അവ ഇടത്തോട്ടോ വലത്തോട്ടോ തുറക്കാം. ജപ്പാനിൽ അർത്ഥവത്തായ ചെറിയ കാര്യങ്ങൾ. ഒന്നാമതായി, ജപ്പാനിൽ ഈ ഐസ്ഡ് കോഫി ഒരു ലളിതമായ കാരണത്താൽ വൈറലാകുന്നു. ഐസ് ഇല്ല, മുഴുവൻ കപ്പും വളരെ കുറഞ്ഞ താപനിലയിൽ മരവിപ്പിച്ചിരിക്കുന്നു. തുടർന്ന് ചൂടുള്ള എസ്പ്രസോയും പാലും ഉള്ളിൽ ഒഴിക്കുന്നു. പാനീയം വെള്ളം ഒഴിക്കാതെ ഐസ് തണുത്തതായി തുടരുന്നു. അടുത്തതായി, ജപ്പാനിൽ അവർക്ക് ഒരു ചെറിയ മുട്ട സെപ്പറേറ്റർ ഉണ്ട്. നിങ്ങൾ മുട്ട അതിലേക്ക് പൊട്ടിച്ച് ചെറുതായി ചരിച്ച് മഞ്ഞക്കരു ഉള്ളിൽ തന്നെ തുടരുമ്പോൾ മുട്ടയുടെ വെള്ള പുറത്തേക്ക് ഒഴുകുന്നു. ജപ്പാനിൽ നിങ്ങൾക്ക് പോർട്ടബിൾ ബ്ലെൻഡർ കപ്പുകൾ ലഭിക്കും. പഴങ്ങളും ഐസും ചേർത്ത് ഒരു ബട്ടൺ അമർത്തുക, അത് തൽക്ഷണം ലയിക്കും. ജപ്പാനിൽ 3 കാര്യങ്ങൾ സവിശേഷമാണ്. ഒന്നാമതായി, ജപ്പാനിൽ നിങ്ങളുടെ കാലുകൾക്ക് വിശ്രമം നൽകാൻ നിങ്ങൾ വീട്ടിലേക്ക് പോകേണ്ടതില്ല. തെരുവുകളിൽ തന്നെ ചൂടുള്ളതും ശുദ്ധവുമായ വെള്ളം ഉപയോഗിച്ച് പൊതുകാൽ കുളികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ഇരിക്കുക, ഷൂസ് അഴിച്ചു മാറ്റുക, കുറച്ച് മിനിറ്റ് വിശ്രമിക്കുക. അടുത്തതായി, ജപ്പാനിൽ ചില സ്ഥലങ്ങളിൽ അസംസ്കൃത മുട്ട ബഫകൾ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മുട്ടകൾ കഴിക്കാം. കർശനമായ ഗുണനിലവാര നിയന്ത്രണം കാരണം അവ കഴിക്കാൻ സുരക്ഷിതമാണ്. പലരും അരിയുമായി ലളിതമായ ഭക്ഷണമായി അവ ആസ്വദിക്കുന്നു. ജപ്പാനിൽ സ്വയം ചൂടാക്കുന്ന ബെൻഡോ ബോക്സുകൾ ഉണ്ട്. നിങ്ങൾ ഒരു ചെറിയ ടാബ് വലിച്ചാൽ ഭക്ഷണം സ്വയം ചൂടാകും. നിങ്ങളുടെ രാജ്യത്തും ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ ജപ്പാനിൽ. ആദ്യം, ജപ്പാനിൽ സോപ്പ് പേപ്പർ രൂപത്തിൽ വരുന്നു. നേർത്ത ഷീറ്റുകൾ ഒരു ചെറിയ പോക്കറ്റ് പാത്രത്തിൽ പാക്ക് ചെയ്യുന്നു. വെള്ളം ചേർക്കുക, അവ തൽക്ഷണം യഥാർത്ഥ നുരയിലേക്ക് ലയിക്കുന്നു. കുപ്പിയില്ല, കുഴപ്പമില്ല, കൈ കഴുകാതിരിക്കാൻ ഒരു ഒഴികഴിവുമില്ല. അടുത്തതായി, ജപ്പാനിൽ യാത്രയ്ക്കായി നിർമ്മിച്ച ഡിസ്പോസിബിൾ വെളുത്ത സോക്സുകൾ ഉണ്ട്. അവ പാക്കറ്റിൽ ചെറുതായി കാണപ്പെടുന്നു, പക്ഷേ ഏത് കാലിന്റെ വലുപ്പത്തിനും യോജിക്കുന്ന തരത്തിൽ നീളുന്നു. 1-2 തവണ അവ ധരിക്കുക, തുടർന്ന് വലിച്ചെറിയുക. അലക്കൽ ആവശ്യമില്ല. ജപ്പാനിൽ ചില ബേക്കറികളിൽ സ്വയം സേവിക്കുന്ന ബ്രെഡ് സ്ലൈസിംഗ് മെഷീൻ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ അപ്പം എടുത്ത് അതിൽ വെക്കുക. ഓരോ സ്ലൈസും ഒരു സ്ക്രീനിൽ എത്ര കട്ടിയുള്ളതായിരിക്കണമെന്ന് കൃത്യമായി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ രാജ്യത്ത് നിലവിലില്ലാത്ത 3 കാര്യങ്ങൾ ജപ്പാനിലുണ്ട്. ആദ്യം, ജപ്പാനിൽ മാച്ച മുതൽ മധുരക്കിഴങ്ങ് വരെ നൂറുകണക്കിന് വ്യത്യസ്ത കിറ്റ്കാറ്റ് രുചികളുണ്ട്. ചിലത് പ്രത്യേക സമ്മാനങ്ങളായി പോലും വിൽക്കുന്നു. നിങ്ങൾക്ക് അവ മറ്റെവിടെയും കണ്ടെത്താനാവില്ല. അടുത്തതായി, ജപ്പാനിൽ അവർ ചതുരാകൃതിയിലുള്ള തണ്ണിമത്തൻ വളർത്തുന്നു. വളരുമ്പോൾ അവ ബോക്സുകൾക്കുള്ളിൽ വെക്കുന്നു, അതിനാൽ അവ തികഞ്ഞ ചതുരാകൃതി നിലനിർത്തുകയും ഫ്രിഡ്ജിൽ വൃത്തിയായി യോജിക്കുകയും ചെയ്യുന്നു. ജപ്പാനിൽ ഗച്ചാപോൺ മെഷീനുകളുണ്ട്. നിങ്ങൾ ഒരു നാണയം തിരുകുക, ഹാൻഡിൽ തിരിക്കുക, ഒരു കാപ്സ്യൂളിനുള്ളിൽ ഒരു ക്രമരഹിതമായ ഇനം നേടുക. ജപ്പാനിൽ പ്രതിഭയുള്ള 3 കാര്യങ്ങൾ. ആദ്യം, ജപ്പാനിൽ നിങ്ങളുടെ ഫോണോ വാലറ്റോ ഇല്ലാതെ നിങ്ങൾക്ക് പലചരക്ക് സാധനങ്ങൾക്ക് പണം നൽകാം. ചില സ്റ്റോറുകളിൽ നിങ്ങളുടെ കൈപ്പത്തി സ്കാൻ ചെയ്തുകൊണ്ട് പണമെടുക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. ഒരു സെൻസർ നിങ്ങളുടെ കയ്യിലുള്ള അതുല്യമായ പാറ്റേണുകൾ വായിക്കുന്നു. ഒരു സ്ക്രീനിൽ തൊടാതെ തന്നെ പേയ്മെന്റ് തൽക്ഷണം പൂർത്തിയാകും. അടുത്തതായി, ജപ്പാനിൽ ആളുകൾ പുസ്തകങ്ങളിൽ നേരിട്ട് ക്ലിക്ക് ചെയ്യുന്ന ചെറിയ റീഡിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നു. പേജിൽ അത് ഘടിപ്പിച്ച് അത് ഓണാക്കി മുറി മുഴുവൻ പ്രകാശിപ്പിക്കാതെ എവിടെയും സുഖകരമായി വായിക്കാൻ ബ്രൈറ്റ്നസ് ക്രമീകരിക്കുക. ജപ്പാനിൽ നഗരത്തിലെ പൊതുസ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ചാർജ് സ്പോട്ട് എന്ന സ്റ്റേഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് പോർട്ടബിൾ ചാർജറുകൾ വാടകയ്ക്കെടുക്കാം. ജപ്പാനിൽ അർത്ഥവത്തായ 3 കാര്യങ്ങൾ. ഒന്നാമതായി, ജപ്പാനിൽ ടെമ്പർഡ് ഗ്ലാസ് കൃത്യമായി പ്രയോഗിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രത്യേക കകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫോൺ അകത്ത് വെക്കുക, ഷീറ്റ് പുറത്തെടുക്കുക, ഗ്ലാസ് കുമിളകളോ തെറ്റുകളോ ഇല്ലാതെ പറ്റി നിൽക്കുന്നു. അടുത്തതായി, ജപ്പാനിൽ ആളുകൾ കൂളിംഗ് ബോഡി വൈപ്പുകൾ ഉപയോഗിക്കുന്നു. അവ സാധാരണ ടിഷ്യൂകൾ പോലെ കാണപ്പെടുന്നു, പക്ഷേ നിങ്ങൾ അവ നിങ്ങളുടെ ചർമ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ അവ തൽക്ഷണം ഒരു കൂളിംഗ് ഇഫക്ട് നൽകുന്നു, പ്രത്യേകിച്ച് ചൂടുള്ള ദിവസങ്ങളിൽ. ജപ്പാനിൽ നിങ്ങളുടെ ഫോണിന്റെ പിൻഭാഗത്ത് ഒട്ടിക്കാൻ കഴിയുന്ന ചെറിയ പിന്നുകൾ ഉണ്ട്. അവ ചെറുതായി കാണപ്പെട്ടേക്കാം, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഒരു സ്റ്റാൻഡായി ഉപയോഗിക്കാം.
ഉപയോഗിക്കാം. ജപ്പാനിൽ അർത്ഥവത്തായ 3 കാര്യങ്ങൾ. ആദ്യം, ജപ്പാനിൽ നിങ്ങൾക്ക് കൺവീനിയൻസ് സ്റ്റോറുകളിൽ സ്വന്തമായി സ്മൂത്തികൾ ഉണ്ടാക്കാം. നിങ്ങൾ ഒരു ഫ്രോസൺ കപ്പ് എടുത്ത് ഒരു മെഷീനിൽ വെക്കുക, ഒരു ബട്ടൺ അമർത്തുക, അത് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പുതിയ സ്മൂത്തി കലർത്തുന്നു. അടുത്തതായി, ജപ്പാനിൽ ഡ്രെയിനുകൾക്കായി ലളിതമായ ഹെയർ ഫിൽട്ടറുകൾ വാങ്ങാം. കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത് ഡ്രെയിനിന് മുകളിൽ വെച്ചാൽ അത് എല്ലാ രോമങ്ങളും പിടിക്കും. നിങ്ങൾ അത് പൂർത്തിയാകുമ്പോൾ നിങ്ങൾ അത് തൊലി കളഞ്ഞു വലിച്ചെറിയും. ജപ്പാനിൽ പൊതു കുപ്പി വാഷിംഗ് മെഷീനുകളുണ്ട്. നിങ്ങൾ കുപ്പി അകത്ത് വെക്കുന്നു, അത് സ്വയം കഴുകി വീണ്ടും നിറയും. ജപ്പാനിൽ 3 കാര്യങ്ങൾ അർത്ഥവത്താണ്. ആദ്യം, ജപ്പാനിൽ അടുക്കളയിലെ ഡ്രെയിനുകൾ അടഞ്ഞുപോകുന്നത് തടയാൻ ആളുകൾ ചെറിയ ഡിസ്പോസിബിൾ മെഷ് ഭാഗങ്ങളുള്ള ഈ കോർണർ സിങ്ക് സ്ട്രെയിനറുകൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ ഫ്രെയിം സിങ്കിന്റെ മൂലയിൽ വയ്ക്കുകയും വെള്ളം സാധാരണഗതിയിൽ ഒഴുകുമ്പോൾ മെഷ് ശേഷിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ പിടിക്കുകയും ചെയ്യുന്നു. അത് നിറയുമ്പോൾ നിങ്ങൾ ഭാഗം നീക്കം ചെയ്ത് ചവറ്റുകുട്ടയിലേക്ക് എറിയുക. അടുത്തതായി, ജപ്പാനിൽ ചില മെൻഡോസ് പാക്കുകളിൽ ഒരു പ്രത്യേക യഥാർത്ഥ തൊപ്പിയുണ്ട്. മിഠായി തുറന്നതിനു ശേഷം ഉള്ളിലെ എല്ലാം ഫ്രഷ് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് മുകൾ ഭാഗം വീണ്ടും അടയ്ക്കാം. മിഠായി എല്ലായിടത്തും ഒഴുകിപ്പോകാതെ കൊണ്ടുപോകുന്നതും ഇത് എളുപ്പമാക്കുന്നു. അവസാനമായി, ജപ്പാനിൽ ഒരു കപ്പ് ഹോൾഡറിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര ചെറിയ നിരവധി പോർട്ടബിൾ ഹ്യൂമിഡിഫയറുകൾ ഉണ്ട്. നിങ്ങൾ വെള്ളം ചേർക്കുക, ഒരു USB പോർട്ടിലേക്ക് പ്ലഗ് ചെയ്യുക, അവ തൽക്ഷണം വരണ്ട വായുവിലേക്ക് ഈർപ്പം ചേർക്കുന്നു. ജപ്പാനിൽ ജീവിതം എളുപ്പമാക്കുന്ന 3 കാര്യങ്ങൾ. ആദ്യം, ജപ്പാനിൽ നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ ഫൗണ്ടേഷൻ സൃഷ്ടിക്കുന്ന മെഷീനുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്യുന്നു, അത് നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറവുമായി പൊരുത്തപ്പെടുന്നതിന് കൃത്യമായ നിഴൽ സംയോജിപ്പിക്കുന്നു. അടുത്തതായി, ജപ്പാനിൽ നിങ്ങൾക്ക് യഥാർത്ഥ മൃഗങ്ങളെ പോലെ തോന്നിക്കുന്ന റോബോട്ടിക് വളർത്തുമൃഗങ്ങളെ ലഭിക്കും. അവയ്ക്ക് നിങ്ങളുടെ മാനസികാവസ്ഥയോട് പോലും പ്രതികരിക്കാൻ കഴിയും. ഒരു യഥാർത്ഥ വളർത്തുമൃഗത്തെ പരിപാലിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അവയെ ഒരു തികഞ്ഞ കൂട്ടാളിയാക്കുന്നു. എന്നാൽ മൂന്നാമത്തേത് നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാത്ത ഒന്നാണ്. നിങ്ങളുടെ അമ്മ എത്ര കാലം ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? 1 സെക്കൻഡ്, 100 വർഷം അവഗണിക്കുക, ഒരു ലൈക്ക് ഇടുക, 1000 വർഷം സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായമിടുക, എന്നേക്കുമായി ഹൃദയം തുറക്കുക, എല്ലാം ചെയ്യുക. ജപ്പാനിൽ സാധാരണ മൈക്രോവേവ് പോപ്കോണിന് പകരം നിങ്ങൾക്ക് ഒരു പ്രത്യേക ഫോയിൽ ബൗൾ ലഭിക്കും. അത് ചൂടാകുമ്പോൾ അത് പതുക്കെ വികസിക്കുകയും പുതിയ പോപ്കോണായി മാറുകയും ചെയ്യുന്നു. ജപ്പാനിൽ നേരിട്ട് ഉപയോഗശൂന്യമായ 3 കാര്യങ്ങൾ. ആദ്യം, ജപ്പാനിലെ ഒരു കമ്പനി മച്ച പൊടി നിറച്ച ഒരു കുപ്പി തൊപ്പി സൃഷ്ടിച്ചു. നിങ്ങൾ തൊപ്പി വളച്ചൊടിക്കുമ്പോൾ പൊടി യാന്ത്രികമായി പാനീയത്തിലേക്ക് വീഴുന്നു. ചിലർ പറയുന്നത് അത് കൂടുതലും മധുരമുള്ള പുല്ലിന്റെ രുചി മാത്രമാണെന്ന്. അടുത്തതായി, ജപ്പാനിൽ ആരോ ഭക്ഷണത്തിനായി ഒരു വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചു. നിങ്ങൾ അകത്ത് ചേരുവകൾ വെക്കുക, വെള്ളം ചേർക്കുക, മെഷീൻ എല്ലാം കറക്കി പച്ചക്കറികൾ സ്വയമേവ കഴുകുന്നു. ജപ്പാനിലെ ചിലർ റാമൻ തണുപ്പിക്കാൻ ഒരു ചെറിയ പ്ലാസ്റ്റിക് നായയെ ഉപയോഗിക്കുന്നു. നിങ്ങൾ അത് പാത്രത്തിൽ വെക്കുക, ഒരു ബട്ടൺ അമർത്തുക, അത് നിങ്ങളുടെ നൂഡിൽസിൽ വായു വീശുക. ജപ്പാനിൽ നിങ്ങളുടെ തലച്ചോറിനെ തകർക്കുന്ന 3 കാര്യങ്ങൾ. ആദ്യം, ജപ്പാനിൽ ചില കൺവീനിയൻസ് സ്റ്റോറുകളിൽ കരച്ചിൽ മുറികളും ഉപഭോക്താക്കൾക്ക് സ്വകാര്യമായി കരയാൻ പോകാൻ കഴിയുന്ന സൗണ്ട് പ്രൂഫ് ബൂത്തുകളുമുണ്ട്. അവരെ പൂർണ്ണമായും ഒറ്റയ്ക്ക് വിടാൻ ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. അടുത്തതായി, ജപ്പാനിൽ ഒരു ട്രെയിൻ 1 മിനിറ്റ് നേരത്തെ പുറപ്പെട്ടാൽ പോലും ട്രെയിൻ കണ്ടക്ടർമാർ ഉറക്കെ ക്ഷമ ചോദിക്കുന്നു. വളരെ കൃത്യനിഷ്ഠ പാലിക്കുന്നത് വൈകിയതിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. ജപ്പാനിൽ ഒരു കപ്പിൽ പുതിയതും ചൂടുള്ളതുമായ റാമൻ വിൽക്കുന്ന വെൻഡിംഗ് മെഷീനുകളുണ്ട്. ജപ്പാനിൽ അടുത്ത ലെവൽ അസംബന്ധമായ 3 കാര്യങ്ങൾ. ഒന്നാമതായി, ജപ്പാനിൽ കിടക്കയിൽ കിടക്കുന്ന ആളുകൾക്കായി പ്രത്യേകം നിർമ്മിച്ച ഗ്ലാസുകളുണ്ട്. ലെൻസുകൾ മുകളിലേക്ക് കോണിൽ വെച്ചിരിക്കുന്നതിനാൽ നിങ്ങളുടെ തല ഉയർത്താതെ തന്നെ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. അടുത്തതായി, ജപ്പാനിൽ ആളുകൾ ഉറങ്ങാനും ആലിംഗനം ചെയ്യാനും രൂപകൽപ്പന ചെയ്ത ഭീമാകാരമായ പ്ലഷ് കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നു. ചിലതിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ പൊതിയുന്ന നീണ്ട മൃദുവായ കൈകൾ പോലുമുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു യഥാർത്ഥ മനുഷ്യൻ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നിപ്പിക്കും. അവസാനമായി, ജപ്പാനിൽ ചില സുഷികൾ ഒരു പ്ലാസ്റ്റിക് സിലിണ്ടറിനുള്ളിൽ പാക്ക് ചെയ്ത് ലഭിക്കും. നിങ്ങൾ അത് താഴെ നിന്ന് മുകളിലേക്ക് തള്ളും.